ഓൾ റൈറ്റ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് നിങ്ങൾ 2025 ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നും നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനുള്ള ഹൈ പ്രോബബിലിറ്റി ഉണ്ട്. അതിനുള്ള ഡേറ്റാ പോയിൻറ്റ്സും വാലിഡ് റീസൺസും എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ആൻഡ് ബൈ ദ വേ, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കുമായിരുന്നു. ഇഫ് യു ഓൺ ദ ഫെൻസ് ആൻഡ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്ഫുൾ ആണ്, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണോ, ഇനി ചെയ്യണമെങ്കിൽ തന്നെ എന്ത് ടോപ്പിക്കിനെ പറ്റി ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ നിങ്ങൾ സ്കെപ്റ്റിക്കലാണ് അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ബൈ ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ യു വിൽ ഹാവ് some kind of insights that will help you to make your decision. And a couple of days back ഞാൻ ഈ ഒരു ചാനലിൽ എൻ്റെ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ എത്ര രൂപ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇഫ് യു വാണ്ട് ടു വാച്ച് ദാറ്റ് വീഡിയോ ഐ വിൽ ലീവ് ലിങ്ക് ടു ദ ഐ ബട്ടൺ അബോവ്. അപ്പോൾ നിങ്ങൾക്ക് പോയിട്ട് ആ വീഡിയോ കാണാം. ആൻഡ് ടോപ്പ് സീക്രറ്റ്, ഐ മേക്ക് ഓവർ 3 lakh rupees per month from that one യൂട്യൂബ് ചാനൽ alone. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ദർ ഇസ് സീരിയസ് എമൗണ്ട് ഓഫ് മണി ടു ബി മെയ്ഡ്. ആൻഡ് നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 2025 ഈസ് ദ ബെസ്റ്റ് ടൈം ടു ഡു സോ. ആൻഡ് വിൽ എക്സ്പ്ലെയിൻ വൈ ഇൻ എ മൊമെൻറ്റ്. ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അറിയാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ടോപ്പിക്കിനെ പറ്റി അവർക്ക് വീഡിയോ ചെയ്യുന്നുള്ളതാണ്. അവർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് അറിയാം, അതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസും പോസിബിലിറ്റീനെ പറ്റി അറിയാം, എല്ലാ കാര്യത്തെ പറ്റി അറിയാം. പക്ഷേ അവർക്ക് എന്തിനെ പറ്റി അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ബിഫോർ ഗെറ്റിംഗ് ടു ദ വീഡിയോ ഞാൻ കുറച്ച് ആൾക്കാരെ പറ്റി സംസാരിക്കാം. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെൻറ്റർ പൈലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലാണ്. ആൻഡ് ഈ യൂട്യൂബ് ചാനൽ നടത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൈലറ്റാണ് ഒബ്വിയസ്ലി. ആൻഡ് ഈ ഒരു ചാനലിൻ്റെ അകത്ത് ഈ പൈലറ്റ് ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ ക്രാഷ് ഇൻവെസ്റ്റിഗേഷൻ കൈൻഡ് ഓഫ് സ്റ്റഫ്, അല്ലെങ്കിൽ അങ്ങനത്തെ കൈൻഡ് ഓഫ് ടോപ്പിക്സിനെ പറ്റിയാണ് ഇയാൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അത് ഓരോ എയർപ്ലെയിൻ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റോറി നമുക്കൊരു സ്റ്റോറി ടെല്ലർ എന്ന രീതിയിൽ പറഞ്ഞിട്ട് ഡോക്യുമെൻറ്റ് ചെയ്യുന്ന ആ ഒരു ഹോൾ പ്രോസസ്സാണ് ഈ ഒരു ചാനൽ കാണാൻ പറ്റുന്നത്. ആൻഡ് ഈ ഒരു ചാനലിൽ മോർ ദാൻ 2 million സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആൻഡ് സോ ഫാർ 400 million വ്യൂസ് ഈ ഒരു പെർട്ടിക്കുലർ ചാനൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇനി നെക്സ്റ്റ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരൺ ചോഗ്വാനാണ്. ആൻഡ് ഇയാൾ ട്രക്കറാണ്, ഒരു US-ലോ കാനഡയിലും കണ്ട്. ആൻഡ് ഇയാൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ട്രക്കർ ആയതുകൊണ്ട് തന്നെ ട്രക്കിങ്ങിൻ്റെ കുറേയധികം ഫുട്ടേജസ്, ലൈക്ക് കുറേയധികം വൈഡ് വെറൈറ്റി സ്ഥലത്ത് കൂടി ഇയാൾ ട്രാവൽ ചെയ്യുന്നുണ്ടാവില്ലേ. അപ്പോൾ ഇയാൾ ഒരു ക്യാമറ എടുത്തിട്ട് പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ ഡോക്യുമെൻറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് അതെല്ലാം കൂടി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇയാളുടെ ഈ ഒരു ചാനലിൻ്റെ അകത്തേക്ക്. ആൻഡ് ഈ ചാനൽ ക്ലോസ് ടു 1 million സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. മോർ ദാൻ 200 million വ്യൂസ് സോ ഫാർ കിട്ടിയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ് സിംഗ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു യൂട്യൂബ് ചാനലാണ്. ആൻഡ് ഈ ക്രിസ് സിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമസോൺ ഡെലിവറി ബോയ് ആണ്. അപ്പോൾ ഇയാൾ രാവിലെ വെയർ ഹൗസിൽ ചെല്ലും, കുറേയധികം പ്രോഡക്റ്റ്സ് എടുക്കും, എന്നിട്ട് അത് ഓരോരോ ആൾക്കാരുടെ വീട്ടിൽ കൊണ്ട് ഡെലിവറി ചെയ്യും. അപ്പോൾ ഇതാണ് ഇയാളുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത്. ആൻഡ് അലോങ് സൈഡ് ദിസ് ജോബ് അയാൾ ഒരു ക്യാമറ ഹുക്കപ്പ് ചെയ്യും ടു ദ ചെസ്റ്റ് ഓഫ് ഹിം. ആൻഡ് അതിനുശേഷം ഈ POV ഷോർട്സ് ആയിട്ട് റെക്കോർഡ് ചെയ്യും കോണ്ടന്റ് ഒക്കെ. എന്നിട്ട് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ആൻഡ് ഈ ഒരു ചാനലിൽ മോർ ദാൻ ഓൾമോസ്റ്റ് ക്ലോസ് ടു 100,000 സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. ആൻഡ് മോർ ദാൻ 13 million വ്യൂസും കിട്ടിയിട്ടുണ്ട് സോ ഫാർ. ആൻഡ് ഇനി നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീഫൻ പറ്റുല എന്ന് പറഞ്ഞിട്ട് ഈ ഒരാളാണ്. അപ്പോൾ ഇയാളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇയാൾ മെക്ഡോണൾസിലുള്ള ഒരു വർക്കറാണ്. ആൻഡ് മെക്ഡോണൾസിൽ ബർഗർ ഉണ്ടാക്കുക അല്ലെങ്കിൽ സാൻഡ്വിച്ച് അസംബിൾ ചെയ്യുക, അങ്ങനത്തെ ജോബാണ് ഇയാൾ ചെയ്യുന്നത്. അപ്പോൾ ഇയാളും ഒരു POV ഷോട്ട് പോലെ ഒരു ക്യാമറയിൽ ഗോപ്രോ ഒക്കെ ഇയാളുടെ ചെസ്റ്റിൽ ഹുക്കപ്പ് ചെയ്തിട്ട് അവിടെ ഇൻസൈഡ് ഓഫ് മെക്ഡോണൾസ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഫുട്ടേജസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് എഡിറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എല്ലാം കൂടി അപ്ലോഡ് ചെയ്യുന്ന ഒരു എന്നിട്ട് അങ്ങനത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് ഒരു POV വർക്ക് ഓൺ മെക്ഡോണൾസ് കൈൻഡ് ഓഫ് ഒരു ടോപ്പിക്കിനെ പറ്റി വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണിത്. ആൻഡ് ഇയാൾക്ക് നോക്കുകയാണെങ്കിൽ മോർ ദാൻ 500,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതായത് 5 ലക്ഷം. ആൻഡ് സോ ഫാർ 350 million വ്യൂസും കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇനി നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CA രചന റാണഡയാണ്. അപ്പോൾ ഇവർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവരൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ അലോങ് സൈഡ് ദിസ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഏജൻസി അല്ലെങ്കിൽ എന്താണ് അവരുടെ സർവീസ് ഓഫർ ചെയ്യുന്നത്, അതിൻ്റെ കൂടെ തന്നെ ഈ വേരിയസ് ഫൈനാൻസ് റിലേറ്റഡ് അല്ലെങ്കിൽ ടാക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റി കുറേയധികം വീഡിയോസ് ഇവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ആൻഡ് ഇവരുടെ ചാനലിൽ മോർ ദാൻ 5 million സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആൻഡ് സോ ഫാർ ഹാസ് ഗോട്ട് ക്ലോസ് ടു 300 million വ്യൂസ്. ആൻഡ് നൗ ഇപ്പോൾ ഈ ഓരോരോ യൂട്യൂബേഴ്സിൻ്റെ കാര്യം ഞാനിപ്പോൾ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓരോരോ യൂട്യൂബേഴ്സ് നോക്കുകയാണെങ്കിൽ അവർ കോണ്ടന്റ് ക്രിയേഷൻ ഫുൾ ടൈം ഇപ്പോൾ ചിലപ്പോൾ ആയിരിക്കാം, പക്ഷേ ഫുൾ ടൈം ആയിട്ടല്ല ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തത്. ദേ ഹാഡ് എ ജോബ് ലൈക്ക് ആമസോൺ ഡെലിവറി ബോയ്, മെക്ഡോണൾഡ്സ് അല്ലെങ്കിൽ ഒരു പൈലറ്റ്, അങ്ങനെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ജോബ് അവർക്ക് ഓൾറെഡി ഉണ്ട്. ബട്ട് അലോങ് സൈഡ് ദാറ്റ് ജോബ് ദേ സ്റ്റാർട്ടഡ് കോണ്ടന്റ് ക്രിയേഷൻ. അപ്പോൾ അവർക്ക് എന്തായാലും ആ ജോബ് ചെയ്യണം, റൈറ്റ്? അപ്പോൾ ആ ജോബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവർ കുറച്ച് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി, എഡിറ്റ് ചെയ്തു, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അവർക്ക് കൺസിസ്റ്റൻറ്റ് ചാനൽ വ്യൂവർ ബേസ് ഉണ്ട്. ആൻഡ് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല രീതിയിൽ വ്യൂസും കിട്ടുന്നുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി അതിൽ നിന്ന് ക്യാഷും കിട്ടുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തിനെ പറ്റിയാണ് വീഡിയോ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ലിറ്ററലി മേക്ക് വീഡിയോസ് അബൌട്ട് പ്രിറ്റി മച്ച് എനിത്തിങ്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ആമസോൺ ഡെലിവറി ബോയിൻ്റെ POV ഷോർട്സ് കാണുന്ന ഇവിടെ ആൾക്കാരുണ്ട്. ഒരാൾ മെക്ഡോണൾഡ്സിൽ എങ്ങനെയാണ് ഈ ബർഗർ അസംബിൾ ചെയ്യുന്നത്, സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്, അവിടുത്തെ വർക്ക് പ്രോസസ്സ് എങ്ങനെയാണ് അത് കാണാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ഇനി ഫൈനാൻസ് റിലേറ്റഡ് കോണ്ടന്റ് കാണാനുള്ള ആൾക്കാരുണ്ട്. ഒരു ട്രക്കറിൻ്റെ ജേർണി കാണാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ഇനി എയർപ്ലെയിൻ ക്രാഷ് ഇൻവെസ്റ്റിഗേഷൻ കൈൻഡ് സ്റ്റഫ് കാണാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ലിറ്ററലി നിങ്ങൾക്ക്
ചിന്തിക്കാൻ പറ്റുന്ന ഏതൊരു ഡൊമൈനിനോ ഏതൊരു നീഷിനോ ടോപ്പിക്കിനോ പറ്റി നിങ്ങൾക്ക് വീഡിയോ യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അവിടെ നിങ്ങൾക്ക് ആൾക്കാരും കാണാനുണ്ടാവും. ഇനി നിങ്ങളൊരു ഫുൾ ടൈം ജോബ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഫുൾ ടൈം ജോബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഡോക്യുമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് രീതിയിലൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഡോക്യുമെൻറ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം ആൻഡ് സ്റ്റാർട്ട് മേക്കിംഗ് മണി ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു യൂട്യൂബേഴ്സിൻ്റെ കാര്യം പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ വിചാരിക്കുകയാണ് ഓക്കെ ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ടോപ്പിക്കൊന്നുമില്ല അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ pretty മച്ച് ഹാപ്പനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല വ്ളോഗ് ചെയ്യാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ അവരുടെ ജസ്റ്റ് ഇപ്പോൾ ഡെലിവറി ആണെങ്കിൽ ഡെലിവറി ചെയ്തുകൊണ്ട് നടക്കും, മെക്ഡോണൽസിൽ ബർഗർ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ചെയ്തുകൊണ്ട് നടക്കും. അല്ലാതെ അവർക്ക് ഇപ്പോൾ ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇത്രയും വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഏണിങ്സും കിട്ടില്ലായിരുന്നു, റൈറ്റ്? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു യൂണിക് ലെവറേജ് പോയിന്റ് ഉണ്ടാകും. അപ്പോൾ ബേസ്ഡ് ഓൺ ദാറ്റ് നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലൈഫ് വിത്ത് ജേണിയും നിങ്ങളുടെ കോളേജ് ലൈഫ് വിത്ത് ജേണിയും കാര്യങ്ങളൊക്കെ ഡോക്യുമെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റഡി വർക്ക് വിത്ത് മീ സെഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡെലിവറി ബോയ് ആണെങ്കിൽ അല്ലെങ്കിൽ സൊമാറ്റോയോ സ്വിഗ്ഗി ഡെലിവറി ബോയ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ജേണി നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ഇൻഫാക്ട് ലാസ്റ്റ് ഫ്യൂ മന്ത്സ് ആയിട്ട് എൻ്റെ യൂട്യൂബ് ഫീൽഡിലൊക്കെ കുറേയധികം ഡെലിവറി ബോയ്സ് ഒക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഡോക്യുമെൻറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ ഏതൊരു ഡൊമൈൻ ആണെങ്കിലും ഏതൊരു ടോപ്പിക് ആണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പർ അല്ലെങ്കിൽ നോട്ട് പാഡ് എടുത്തിട്ട് നിങ്ങൾ പൊട്ടൻഷ്യലി ചെയ്യാൻ ചാൻസ് ഉള്ള കുറേയധികം ടോപ്പിക്സിനെ പറ്റിയൊക്കെ ഒരു ക്രിയേറ്റ് ചെയ്യുക, കുറച്ചൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ടോപ്പിക്കിനെ പറ്റിയൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക. ആൻഡ് വേറെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അവർക്ക് എത്ര വ്യൂസ് കിട്ടുന്നുണ്ട്, അവരുടെ വ്യൂവർഷിപ്പ് എങ്ങനെയാണ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുക. ആൻഡ് ഐ എം പ്രിറ്റി ഷ്യൂർ അങ്ങനെ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും ആ വ്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ആൻഡ് നിങ്ങൾക്ക് ചെന്നിട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് യു ക്യാൻ ഓൾസോ സ്റ്റാർട്ട് മേക്കിംഗ് മണി ഓർ സ്റ്റാർട്ട് എ കരിയർ ഇൻ കോണ്ടന്റ് ക്രിയേഷൻ. ആൻഡ് ഇനി ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ പറഞ്ഞ കുറേ അധികം കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അവരുടെ ഫുൾ ടൈം ജോബ് കീപ്പ് ചെയ്തുകൊണ്ട് ആ ഫുൾ ടൈം ജോബ് ഡോക്യുമെൻറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് വീഡിയോസാണ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തത്. ആൻഡ് ദ ഫണി തിങ് ഇസ് ദാറ്റ് അവർ ആ ഫുൾ ടൈം ജോബിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സിനെക്കാട്ടും കൂടുതൽ പ്രോബ്ലി ദേ ആർ മേക്കിംഗ് ദാറ്റ് ഫ്രം യൂട്യൂബ്. അതായത് യൂട്യൂബിൽ നിന്ന് അവർ കൂടുതൽ പൈസ ഉണ്ടാക്കുന്നുണ്ട് ദാൻ ഫ്രം ദർ ഒറിജിനൽ ജോബ്. അപ്പോൾ നിങ്ങൾക്ക് വെസ്റ്റേൺ ഓഡിയൻസ് ഒക്കെയാണ്, അത് US UK പോലത്തെ ഉള്ള കൺട്രീസ് എന്നുള്ള Tier 1 കൺട്രീസ് എന്നുള്ള കുറേ ഓഡിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ലിറ്ററലി മേക്ക് എ ലോട്ട് ഓഫ് മണി ഔട്ട് ഓഫ് യൂട്യൂബ്. ആൻഡ് ദാറ്റ്സ് ദ റീസൺ വൈ എൻ്റെ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനൽ എനിക്ക് അത്രയും കൂടുതൽ ഏർണിങ്സ് കിട്ടാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഈ Tier 1 കൺട്രീസിലുള്ള ഓഡിയൻസിനെ കൊണ്ടാണ്. ഇനിയിപ്പോൾ ട്യൂട്ടോറിയൽ കൈൻഡ് വീഡിയോ ആയിക്കോട്ടെ, വ്ളോഗിംഗ് കൈൻഡ് ഓഫ് വീഡിയോ ആയിക്കോട്ടെ, സിനിമാറ്റിക് കൈൻഡ് ഓഫ് വീഡിയോ ആയിക്കോട്ടെ, എക്സ്പ്ലനേഷൻ എന്ത് കൈൻഡ് ഓഫ് വീഡിയോസ് ആണെങ്കിലും ദർ ആർ ഓഡിയൻസ് ഫോർ ഓൾ സച്ച് കോണ്ടന്റ്. ആൻഡ് നിങ്ങൾക്ക് ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സക്സസ്ഫുൾ ആവാനുള്ള പ്രോബബിലിറ്റിയും കൂടുതലാണ്. ആൻഡ് ഇനി ഞാൻ വീഡിയോൻ്റെ ബിഗിനിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 2025 നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനുള്ള പ്രോബബിലിറ്റി സെവറൽ ഫോൾസ് ഹയർ ആണ്. ലെറ്റ്സ് നിങ്ങൾ 2016 17 18 ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന എക്സ്പോഷറിനെക്കാട്ടും കൂടുതൽ എക്സ്പോഷറും സക്സസ്ഫുൾ ആവാനുള്ള പ്രോബബിലിറ്റിയും കൂടുതൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ യൂട്യൂബ് ടീമിൻ്റെ ഒരു ഇൻ്റർവ്യൂ പോഡ്കാസ്റ്റ് തന്നെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ തന്നെ അവർക്കിപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ടീം ഉണ്ട് ടു ഹെൽപ്പ് സ്മോൾ ക്രിയേറ്റേഴ്സ് ആൻഡ് എമർജിംഗ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഓക്കെ ലെറ്റ്സ് സേ നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബിൻ്റെ ഹോം പേജിൽ ചെന്ന് നിങ്ങളൊന്ന് റീഫ്രഷ് ചെയ്തിട്ട് ആ ഒരു സ്ക്രീൻ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റെക്കമെൻഡേഷൻ ഉണ്ടാവുമല്ലോ എബോവ് ദ ഫോൾഡ് തന്നെ നമുക്ക് കുറേ വീഡിയോസൊക്കെ സജസ്റ്റഡ് വീഡിയോസ് അല്ലെങ്കിൽ റെക്കമെൻഡഡ് വീഡിയോസ് പോലെ വരുമല്ലോ. ആ വീഡിയോസിൻ്റെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ അധികം സ്മോൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോ ഒക്കെ ഭയങ്കര അധികമായിട്ട് യൂട്യൂബ് സജസ്റ്റ് ചെയ്തതും പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കുറേ അധികം ചാനൽസ് കാണാൻ പറ്റും ലെസ് ദാൻ 1000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളതും 100 200 10 20 വ്യൂസ് ഒക്കെ ഉള്ള കുറേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡിൽ കാണാൻ പറ്റും, റൈറ്റ്? അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ഇസ് ആക്റ്റീവ്ലി പ്രൊമോട്ടിംഗ് സ്മോൾ ചാനൽസ് ആൻഡ് അവരെ ഈ എക്സ്പ്ലോർ ഫീൽഡിലും റെക്കമെൻഡേഷൻ സെക്ഷനിൽ സജസ്റ്റഡ് വീഡിയോ സെക്ഷനിലൊക്കെ കൂടുതൽ സർഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വ്യൂസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പണ്ടത്തേനെക്കാട്ടും കുറച്ചുകൂടി പ്രോബബിലിറ്റി കൂടുതലുണ്ട് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ വേണ്ടി. സോ ദാറ്റ്സ് വൺ തിങ്. അപ്പോൾ ദ ബോട്ടം ലൈൻ ഇസ് ദാറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനുള്ള പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ലിറ്ററലി എന്തൊരു ടോപ്പിക്കിനെ പറ്റി വേണമെങ്കിലും വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഇൻഡീഡ് അവിടെ ആൾക്കാരുണ്ട് നിങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി. നെക്സ്റ്റ് ആപ്പ് നമ്മുടെ യൂട്യൂബേഴ്സൊക്കെ എങ്ങനെയാണ് ഈ ക്യാഷ് ഉണ്ടാക്കുന്നത്, അവർക്കുള്ള ഏർണിംഗ് സോഴ്സസിനെ പറ്റി ജസ്റ്റ് ഒന്ന് ബ്രീഫ്ലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ YPP അല്ലെങ്കിൽ യൂട്യൂബ് ആഡ്സ് ആണ്. സോ എവറി ടൈം നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ ടുവേർഡ്സ് ദ ബിഗിനിങ് ഇൻ മിഡിൽ ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് നിങ്ങൾ കുറച്ചധികം ആഡ്സ് കാണുമല്ലേ. അപ്പോൾ ഒബ്വിയസ്ലി അത് അവർ YPP പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൻ്റെ യൂട്യൂബ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൻ്റെ പാർട്ട് ആയതുകൊണ്ടാണ് അവരുടെ ചാനൽ മോണിറ്റൈസ് ആയതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ആഡ്സ് കാണുന്നത്. അപ്പോൾ അവരുടെ ആ വീഡിയോയിൽ ആ ഒരു ആഡ്സ് വരുന്നതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ദേ വിൽ ഗെറ്റ് പെയ്ഡ്. സോ RPM എത്രയാണ് CPM എത്രയാണ് ആ ഒരു ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒബ്വിയസ്ലി അവർക്ക് യൂട്യൂബ് ആഡ്സിൽ നിന്ന് നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാൻഡ് ഡീൽസ് ആൻഡ് സ്പോൺസർഷിപ്പ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു വ്യൂവർഷിപ്പ് ഉണ്ട്, ഒരു ചാനൽ സബ്സ്ക്രൈബർ ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ അധികം ബ്രാൻഡ്സും കമ്പനീസും ഒക്കെ നിങ്ങളെ ഇൻബൗണ്ട് ആയിട്ട് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. എന്നിട്ട് ചോദിക്കും ഞങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റി നിങ്ങളുടെ ചാനൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യുമോ, നിങ്ങളുടെ ചാനൽ ഒന്ന് ഫീച്ചർ ചെയ്യുമോ എന്ന് ചോദിക്കും. അതിൻ്റെ ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഡെഡിക്കേറ്റഡ്
ഡെഡിക്കേറ്റഡ് വീഡിയോ, അതായത് ഒരു വീഡിയോ നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു കമ്പനീൻ്റെ പ്രോഡക്റ്റിന് വേണ്ടിയോ സർവീസിന് വേണ്ടിയോ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റഡ് വീഡിയോ എന്ന് പറയാം. ആൻഡ് നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇൻറ്റിഗ്രേറ്റഡ് വീഡിയോ അല്ലെങ്കിൽ സ്പോൺസേർഡ് ബ്രാൻഡ് മെൻഷൻ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അപ്പോൾ നമ്മുടെ മെയിൻ വീഡിയോൻ്റെ ഇടയിൽ എവിടെയും ഇനി 1-2 മിനിറ്റ് എടുത്തിട്ട് നമ്മൾ ആ ബ്രാൻഡിനെ പറ്റി സംസാരിക്കും, അവരുടെ കോണ്ടൻറ്റോ അല്ലെങ്കിൽ അവരുടെ കാര്യം ഇൻക്ലൂഡ് ചെയ്ത് സംസാരിക്കും. അതിനാണ് നമ്മൾ ഇൻറ്റിഗ്രേറ്റഡ് വീഡിയോ എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അവരുടെ പ്രോഡക്റ്റിനെ പറ്റി നിങ്ങളുടെ ചാനലിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ആഡ്സിൽ നിന്ന് കിട്ടുന്ന നിങ്ങളുടെ സെവറൽ ഫോൾസ് ഹയർ ഇൻകം നിങ്ങൾക്ക് ബ്രാൻഡ് ഡീൽസ് ആൻഡ് സ്പോൺസർഷിപ്പിൽ നിന്ന് കിട്ടാൻ പറ്റും. ആൻഡ് നിങ്ങളുടെ ഒരു എൻറ്റയർ മന്ത് YPP-യിൽ നിന്ന്, അതായത് യൂട്യൂബ് ആഡ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന ക്യാഷ് നിങ്ങൾക്ക് ജസ്റ്റ് 1 or 2 സ്പോൺസർഷിപ്പ് ഡീൽസ് കിട്ടിയാൽ തന്നെ അത് റിക്കൂപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. സോ യൂട്യൂബ് ബ്രാൻഡ് ഡീൽസും സ്പോൺസർഷിപ്പും അത്രയും നിങ്ങൾക്ക് പേ ചെയ്യും. നെക്സ്റ്റ് ഉള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ വീഡിയോയിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള അഫിലിയേറ്റ് ലിങ്ക്സ് നിങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ ഇടാൻ പറ്റും. ആൻഡ് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർട്ടൻ എമൗണ്ട് ഓഫ് കമ്മീഷൻ കിട്ടും. സോ ദാറ്റ് ഇസ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ആൻഡ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആൻഡ് ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ സർവീസസ് ഓഫർ ചെയ്യാൻ പറ്റും, മെർച്ചൻഡൈസ് ഓഫർ ചെയ്യാൻ പറ്റും, ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ഇൻഫോ പ്രോഡക്റ്റ്സ് സെല് ചെയ്യാൻ പറ്റും, കോച്ചിങ് ആൻഡ് കൺസൾട്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞാൽ കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ആസ് എ യൂട്യൂബർ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റർ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് pretty much എനി ടോപ്പിക്കിനെ പറ്റി വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. യൂട്യൂബ് ഈസ് ഓൺ ഈസി മോഡ് റൈറ്റ് നൗ. നിങ്ങളുടെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്ത് തന്നോളും. ആൻഡ് നിങ്ങൾക്ക് ഇത്രയധികം ഏർണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നോ വാട്ട് സ്റ്റോപ്പിംഗ് യു ഫ്രം സ്റ്റാർട്ടിങ് എ യൂട്യൂബ് ചാനൽ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെറ്റ് ഔട്ട് ദെയർ, നിങ്ങൾ പോയി ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക, ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് വെയിറ്റ് ഒരു 10-20 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. യു വിൽ സീ സം കൈൻഡ് ഓഫ് ട്രാക്ഷൻ ആൻഡ് യു ക്യാൻ ടേക്ക് ഇറ്റ് അപ്പ് ഫ്രം ദെയർ. അപ്പോൾ ദ ഇൻറ്റൻഷൻ ഓഫ് ദിസ് വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ ഹോൾ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, എന്ത് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് കോണ്ടന്റ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും, എത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കുറേ ആൾക്കാർ ഓൾറെഡി ഈ ഓരോ പോയിന്റ്സ് ഒക്കെ ലെവറേജ് ചെയ്തിട്ട് അവരുടെ ചാനലൊക്കെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആണ്. ആൻഡ് ദ ലിറ്ററലി പ്രിൻറ്റിങ് ക്യാഷ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോണ്ടന്റ് ക്രിയേറ്റർ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2025 ഇസ് ദ ബെസ്റ്റ് ടൈം ടു ഡു സോ. സോ ഓൾ യു ഗോട്ട് ഡു ഇസ് ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ ആൻഡ് ഐ ആം പ്രിറ്റി ഷുവർ നിങ്ങൾ സക്സസ്ഫുൾ ആകും. ഓക്കെ, ഇഫ് യു ആർ കൺസിസ്റ്റൻറ്റ് ആൻഡ് ഇഫ് യു പുട്ട് ഇൻ ദ ഹാർഡ് വർക്ക് ആൻഡ് സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് എൻഗേജിംഗ് വീഡിയോസ്. സോ അത്രയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുണ്ടായിരുന്നുള്ളൂ. സോ ഹോപ്പ് യു ഗൈസ് ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ. ഇഫ് യെസ് മേക്ക് ഷുവർ സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് വീണ്ടും കാണാം.